ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ 15ാമത്തെ രാത്രിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. രണ്ടാമത്തെ 10 ദിനരാത്രങ്ങളിലും ആണ് നാം ഇപ്പോൾ സമയം ചിലവഴിക്കുന്നത്. അനുഗ്രഹങ്ങളുടെ ദിനരാത്രങ്ങൾ, ഒപ്പം അള്ളാഹുവിൻ്റെ വാഗ്ദത്വം, പാപമോചനവും അതേ തുടർന്ന് അള്ളാഹുവിൻ്റെ തൃപ്തിയുമാണ്. അത്തരം പ്രാർത്ഥനകളിൽ മുഴുകുന്ന ഒരു സമയം കൂടിയാകുന്നു ഇത്. മനുഷ്യരുടെ അഭിമാനം അതിന് ക്ഷതം ഏൽക്കാത്ത ക്രമത്തിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിച്ച ഒരു മാസം കൂടിയാണിത്. ജീവിക്കുവാൻ വലിയ പ്രതീക്ഷയും അതിന് സുരക്ഷിതത്വമുണ്ടാവുകയും ചെയ്യും എന്ന ഒരു തിരിച്ചറിവും സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയം. വിശുദ്ധ ഖുർആനിൽ വഇൻ തുബ്ദു സ്വദഖാത്തി ഫനിഅമ്മാ ഹിയ വഇൻ തുഖ്ഫൂഹാ ഫതുഅ്തുഹൽ ഫുഖറാ, നിങ്ങൾ ചെയ്യുന്ന ധർമ്മം, നിങ്ങളുടെ ഒരു സഹായം അല്ലെങ്കിൽ ഒരു സദഖയോ ഹദിയയോ അത് പരസ്യപ്പെടുത്തുന്നത് വിരോധമില്ല. അത് രഹസ്യമാക്കുകയാണെങ്കിൽ അത് ദരിദ്രർക്ക് അവകാശപ്പെട്ടതാണ്, അത് അവർക്കാണ് കൊടുക്കേണ്ടത്. 7 വിഭാഗം ആളുകൾക്ക് അർശിൻ്റെ തണൽ വാഗ്ദത്വം ചെയ്ത സഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസ്, അതിലെ ഒരു വാക്കിതാണ്: ഒരു മനുഷ്യൻ തസദ്ദഖർ റജുലു, ഒരാള് ധർമ്മം ചെയ്തു, അവൻ്റെ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിഞ്ഞില്ല. അത്ര ഗോപ്യമായും സ്വകാര്യമായി ഒരു സാധുവിന് നൽകുകയാണ്. അങ്ങനെ ധർമ്മം ചെയ്ത, ദാനധർമ്മങ്ങൾ ചെയ്ത ആളുകൾക്കാണ് മഹ്ശറയിൽ അർശിൻ്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. യാ അയ്യുഹല്ലദീന ആമനു ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസ് വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. സൂറത്തുൽ ബഖറയിലെ ഒരായത്താണിത്. വിശ്വാസികളെ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സദഖ, അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയരുത്. എങ്ങനെയാണ് പ്രതിഫലം നഷ്ടപ്പെടുക? വലിയ പ്രതിഫലം ആഗ്രഹിച്ചും നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് നമ്മൾ സദഖ ചെയ്യുന്നത്. അതിൻ്റെ കൂലി നഷ്ടപ്പെടുന്നത് ബിൽ മന്നി വൽ അദാ, എടുത്തു പറയുന്നത് കൊണ്ടാണ്. നമ്മളൊരു സാധുവിന് എന്തെങ്കിലും സഹായം ചെയ്തത് 10 ആളിനോട് പറയുക, അതാ വാങ്ങുന്ന ആളുടെ സ്വകാര്യമായ ആ വ്യക്തിത്വത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നു. കൊടുക്കുന്നയാള് എപ്പോഴും ഉയർന്ന, നൽകുന്നവൻ്റെ കൈ മുകളിലും വാങ്ങുന്നവൻ്റേത് താഴെയുമാണ്. പക്ഷെ അതൊരു സാമൂഹിക ജീവിതത്തിൽ അങ്ങനെ ഒരു ഫീല് ഉണ്ടാകാതിരിക്കാൻ കൊടുക്കുന്നയാൾക്ക് പരലോകത്ത് അയാൾ പ്രതിഫലം ആഗ്രഹിച്ചാ ചെയ്യുന്നത്. ആ ആഗ്രഹിച്ച് ചെയ്ത അമല് പൂർണ്ണമായി പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്നിടത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടി നിങ്ങളത് പറഞ്ഞു നടക്കാതിരിക്കുക. ആളെ ചെറുതായി കാണലാണല്ലോ. അപ്പോൾ
അപ്പൊ ഒരു സാധുവായൊരു മനുഷ്യന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്നു ഈ നിയമത്തിലൂടെ. വൽ അതാ, രണ്ടാമത് പറഞ്ഞത് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ മാനസികാടിമത്വം വരുന്നുണ്ട് വാങ്ങുന്ന സാധുക്കൾക്ക്. അതല്ലാതെ അവർക്ക് വേറെ ഗതിയൊന്നുമില്ല, വഴികളില്ല ജീവിക്കാൻ. അപ്പൊ അതിൻ്റെ പേരിൽ അവരെ ഹരാസ് ചെയ്യുക, അവരെ ബുദ്ധിമുട്ടിക്കുക, അവരെ ഉപദ്രവിക്കുക, അവരെ ചൂഷണം ചെയ്യുക, അവരുടെ മേൽ അവരിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുക, ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഉള്ളതാണ് ഈ കാര്യം. അതിൻ്റെ പുറകിൽ നമ്മൾ ലക്ഷ്യം എന്തെങ്കിലും ഒരു താല്പര്യം ലാക്കാക്കിയിട്ട് ചെയ്യുക. കല്ലദീ യുൻഫിഖു മാലഹു, അവൻ ധനം ചെലവ് ചെയ്യുന്നവനെ പോലെ നിങ്ങൾ നിങ്ങളുടെ സദക്ക നഷ്ടപ്പെടുത്തരുത്. റിയാ അന്നാസ്, ജനങ്ങളുടെ കാഴ്ചയ്ക്കും അറിവിനും വേണ്ടി. റിയാ എന്നത് വളരെ ഗോപ്യമായി മനുഷ്യർ നിർവഹിക്കുന്ന കർമ്മങ്ങളിൽ വന്നുകൂടുന്ന ചെറിയ ഷിർക്കാകുന്നു എന്നാണ് ഹദീസുകളിൽ പഠിപ്പിച്ചത്. സൂറത്തുൽ മാഊനിൽ ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ, കാണിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ജനങ്ങളുടെ സിമ്പതി ലഭിക്കാനും ജനങ്ങളുടെ ഇടയിൽ നല്ല അഭിപ്രായം തന്നെ കുറിച്ച് വരാൻ, താനൊരു ധർമ്മിഷ്ഠനാണെന്നോ സഹാനുഭൂതിയുള്ള ആളാണെന്നോ സഹൃദയനാണെന്നോ ഒക്കെ ആളുകൾ 10 പേര് പറയണം. അങ്ങനെ ധർമ്മം ചെയ്യുന്നവനെ പോലെ നിങ്ങളായി നിങ്ങളുടെ സദക്ക നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നില്ല. അങ്ങനെ അന്ത്യദിനത്തിൽ വിശ്വാസം വരുമ്പോഴാണ് പരലോകത്ത് പ്രതിഫലം തേടുന്ന ഒരവസ്ഥയുണ്ടാകുന്നത്. സൂറത്തുൽ ബഖറയിൽ തന്നെ വമസലുല്ലദീന യുൻഫിഖൂന അംവാലഹും, തങ്ങളുടെ സമ്പത്ത് ചെലവ് ചെയ്യുന്ന ആളുകളുടെ ഉപമ, ഇബ്തിഗാഅ മർളാത്തില്ലാ, അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് സമ്പത്ത് ചെലവ് ചെയ്യുന്ന ആളുകൾ, വതസ്ബീതൻ മിൻ അൻഫുസിഹിം, അവരുടെ മനസ്സിൽ വിശ്വാസം ഉറപ്പിച്ച് ഈമാൻ ഉറപ്പിച്ചുകൊണ്ടാണ്, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നമസ്കാരം, നോമ്പ്, ഹജ്ജ് അങ്ങനെയുള്ള എല്ലാ അമലുകളെ പ്രതിപാദിച്ചപ്പോഴും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഈമാനൻ, വിശ്വാസത്തോടെ വേണം നോമ്പ് പിടിക്കാൻ, വഇഹ്തിസാബൻ, പരലോകത്ത് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തിലും. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഈമാനോടുകൂടിയും ഹിസാബിൻ്റെ നാളിൽ ഇതൊരു രക്ഷാ കവചമായി വരണം, അതിന് അല്ലാഹുവിൻ്റെ തൃപ്തിയും പ്രതിഫലവും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് വേണം ചെയ്യാൻ. അതാണ് നബി നമ്മളെ പഠിപ്പിച്ച ഒരു രീതി. അപ്പൊ ഇവിടെ ആളുകൾ ധർമ്മം ചെയ്യുന്നു അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്താൽ കമസലി ജന്നത്തിൻ, അതൊരു തോട്ടം പോലെയാണ്, ഒരു ഉദ്യാനം, അല്ലെങ്കിൽ വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഫലഭൂയിഷ്ടമായ ഒരു ഭൂപ്രദേശത്ത് വളർന്നു വരുന്ന ചെടികൾ നിറഞ്ഞ ഒരു പ്രദേശം പോലെയാണ്. ബി റബുവത്തിൻ അസാബഹ വാബിലുൻ, അതിനൊരു മഴ ലഭിച്ചു. ഫഅത്തത്തു ഉക്കുലഹ ലഇഫൈൻ, അപ്പോൾ അതിൻ്റെ കായ്ഫലം ഇരട്ടി നൽകും. അതുപോലെയാണ് ഒരു വിശ്വാസിയുടെ പടച്ചവനന്റെ തൃപ്തിക്ക് വേണ്ടി നിർവഹിക്കുന്ന ഏത് ദാനധർമ്മങ്ങളും ഇരട്ടിയാണ്. ആ ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ വാഗ്ദത്തം ചെയ്യുന്നു. ഇതേ അധ്യായത്തിൽ തന്നെ സൂറത്തുൽ ബഖറയിൽ തന്നെയാണ് മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്ന ഓരോ പൈസയും,
അല്ലെങ്കിൽ ചെറിയൊരു ദൃഹമാണെങ്കിൽ പോലും, കമസലി ഹബ്ബത്തിൻ, അതൊരു ധാന്യത്തോട് സമാനമാണ്, ഒരു ധാന്യത്തിന്റെ മണി. അതുപോലെയാണ് ഈ ധർമ്മം, ദാനധർമ്മം. അമ്പത്തത്ത് സബ്അ സനാബില, അത് കുഴിച്ചിട്ടിട്ട് മുളച്ച് പൊന്തി വന്നപ്പോൾ 7 ഇതളുകളായിട്ടാണ് വന്നത്. ആ ഓരോന്നിലും 100 വീതം ധാന്യങ്ങൾ ഉണ്ടായി. ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാ. എന്നിട്ട് അല്ലാഹു അവസാനിപ്പിച്ച വാചകം, ഒന്നിന് 700 അല്ല, അതിൻ്റെ ഇരട്ടിയായിട്ടാണ് അല്ലാഹു തൻ്റെ ദാസന്മാർക്ക് നിശ്ചയിച്ചത്. വല്ലാഹു വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു അതിവിശാലമായി അറിയുന്നവനാണ്. ഒരു വലിയ അനുഗ്രഹീതമായൊരു സമയത്തിന് നമ്മൾ സാക്ഷികളാകുന്നു. പരമാവധി ദാനധർമ്മങ്ങളിൽ ശ്രദ്ധയുണ്ടാവുകയും അത് കൂട്ടുകുടുംബാദികളുടെ കാര്യത്തിൽ വിശിഷ്യ നമുക്കൊരു അതീവ ജാഗ്രതയുണ്ടാവുകയും നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളുടെ കാര്യത്തിൽ ഒരു ഗൗരവമായ ശ്രദ്ധയുണ്ടാവുകയും ചെയ്ത് ജീവിക്കാൻ ഈ റമളാൻ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. റഹ്മാനായ അല്ലാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, കുടുംബാദികൾ, അല്ലാഹു അവരെ തൃപ്തിപ്പെടുമാറാകട്ടെ. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. لا إله إلا أنت سبحانك إني كنت من الظالمين. اللهم إنك عفو تحب العفو فاعف عنا يا كريم يا رحيم.